കേരളം ഉൾപ്പെടെ 5 സംസ്ഥാനങ്ങളിലെ ഗവർണർമാർക്ക് മാറ്റം. കേരളം, ബീഹാർ, ഒഡീഷ, മിസോറാം, മണിപ്പൂർ സംസ്ഥാനങ്ങളിലാണ് പുതിയ ഗവർണർമാരെ രാഷ്ട്രപതി ദ്രൗപദി മുർമു നിയമിച്ചത്. കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനിന് പകരം ബീഹാർ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ കേരളത്തിന്റെ പുതിയ ഗവർണറായി ചുമതലയേൽക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും BJP കേന്ദ്ര നേതൃത്വവുമായും അടുത്ത ബന്ധം പുലർത്തുന്നയാളാണ് ആർലേക്കർ. ഗോവ മുൻ മുഖ്യമന്ത്രിയും നിയമസഭാ മുൻ സ്പീക്കറുമാണ് ആർലേക്കർ. ഗോവ മുഖ്യമന്ത്രിയായിരുന്ന മനോഹർ പരീക്കർ 2014 കേന്ദ്ര പ്രതിരോധ മന്ത്രിയായപ്പോൾ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിച്ചത് ആർലേക്കറെയായിരുന്നു. കറകളഞ്ഞ RSS നേതാവ്. ചെറുപ്പം മുതലേ രാഷ്ട്രീയ സ്വയം സേവക് സംഘവുമായി ബന്ധപ്പെട്ടിരുന്നു. 1989 അദ്ദേഹം ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേർന്നു. 1980-കൾ മുതൽ ഗോവ BJPയുടെ സജീവ പ്രവർത്തകനാണ്. ഗോവ ലെജിസ്ലേറ്റീവ് അസംബ്ലിയെ കടലാസ് രഹിതമാക്കിയ ആദ്യ സംസ്ഥാന അസംബ്ലി എന്ന ബഹുമതിക്ക് അർഹരാക്കിയത് ആർലേക്കറാണ്. രാജ്യത്തെ ആദ്യ കടലാസ് രഹിത നിയമസഭയായിരുന്നു ഗോവയിലേത്. ഗോവ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ചെയർമാൻ, ഗോവ SC ആൻഡ് അതർ ബാക്ക്വേർഡ് ക്ലാസസ് ഫിനാൻഷ്യൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ചെയർമാൻ, BJP സൗത്ത് ഗോവ പ്രസിഡന്റ് തുടങ്ങിയ പദവികൾ വഹിച്ചിട്ടുണ്ട്. 2015 ഗോവ മന്ത്രിസഭ പുനഃസംഘടനയിൽ ആർലേക്കർ വനം പരിസ്ഥിതി മന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. 2021 ജൂലൈ 6 ഹിമാചൽ പ്രദേശ് ഗവർണറായി തിരഞ്ഞെടുക്കപ്പെട്ടു. 2023 ഫെബ്രുവരിയിൽ ബീഹാറിന് 29ാമത് ഗവർണറായും ചുമതലയേറ്റു. കേരളത്തിന്റെ 23ാമത് ഗവർണറായാണ് രാജേന്ദ്ര ആർലേക്കർ സ്ഥാനമേൽക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ട്രെൻഡിംഗ് നമ്പർ 1.